പ്രത്യേകിച്ച് തെളിവുകളൊന്നും കയ്യിലില്ലാതെ പിണറായി വിജയൻ വന്നിട്ട് പീഡിപ്പിച്ചു എന്ന് പറഞ്ഞാലും അത് നാളെ ഇവിടെ ചർച്ച. അപ്പൊ തുടങ്ങാം. തുടങ്ങിക്കോ. പ്രത്യേകിച്ച് തെളിവുകളൊന്നും കയ്യിലില്ലാതെ പിണറായി വിജയൻ വന്നിട്ട് പീഡിപ്പിച്ചു എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് തെളിവുകളൊന്നും കയ്യിലില്ലാതെ പിണറായി വിജയൻ വന്നിട്ട് പീഡിപ്പിച്ചു എന്ന് പറഞ്ഞാലും അത് നാളെ ഇവിടെ ചർച്ചയാണ്. അതാണോ ഉദ്ദേശിച്ചത്? പിന്നെ എനിക്ക് മനസ്സിലാവാത്തൊരു കാര്യം, ഒരു പ്രശ്നം വരുമ്പോ എന്തുകൊണ്ടായിരിക്കും ഈ പുരുഷന്മാരുടെ മാത്രം ചിരിയിലൊരു ഇന്നസെൻസ് ഇല്ലേ, നിങ്ങൾക്ക് തോന്നില്ലേ? നിഷ്കളങ്കത. അതാണ് ഞാൻ. നമ്മളിപ്പോ ബൈറ്റ് എടുത്തു കഴിഞ്ഞാൽ 50% ഇതിന്റെ ചിരിയായിരിക്കും. അവരുടെ ഫോട്ടോയും അവരുടെ കുടുംബ ചരിത്രവും മാത്രം ഇങ്ങനെ കൊണ്ടിട്ട് അലക്കുന്നത്. ഇതെന്ത് ന്യായം, ഇതെന്ത് നീതി, ഇതെന്ത് ഈ പെണ്ണുങ്ങൾക്ക് എന്താ ഊരും പേരും ഒന്നുമില്ലേ? അല്ലെങ്കിൽ എന്താ ഈ പെണ്ണുങ്ങൾക്ക് പ്രത്യേകിച്ച് വല്ല കൊമ്പും ഫിറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ടോ? ഇവളാള് കൊള്ളാമല്ലോ. ഒരു സ്ത്രീക്കുള്ള അതേ ആത്മാഭിമാനമല്ല ഒരു പുരുഷനും ഉള്ളത്. പെണ്ണുങ്ങളായ ഇങ്ങനെ തന്നെ വേണം. എന്റെ പൊന്ന സ്ത്രീ സുഹൃത്തുക്കളെ, നിങ്ങളൊക്കെ ഒന്ന് ചിന്തിച്ചു നോക്കണം. നിങ്ങളെയൊക്കെ വീട്ടിൽ നിങ്ങൾക്ക് ആൺമക്കളുണ്ടെങ്കിൽ അവരുടെയൊക്കെ നാളത്തെ അവസ്ഥ എന്തായിരിക്കുമെന്ന്. അത് ശരിയാ. എന്റെ കഷ്ടകാലം എന്നല്ലാതെ എന്ത് പറയാം. സാധാരണ ജനങ്ങളെ ബാധിക്കുന്ന ഒരുപാട് വിഷയങ്ങൾ ഇവിടെ നടക്കുമ്പോ ഈ ഒരു സീരിയൽ ഗർഭം ചർച്ച ചെയ്യാൻ ഉളുപ്പില്ലേ ചാനലുകാരെ നിങ്ങൾക്ക്? അതൊന്നും എനിക്കറിയാൻ മേല. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയുമ്പോഴേ എന്റെ മനസ്സിനൊരു സന്തോഷം ഉണ്ടാവുള്ളൂ. ഞാൻ എന്റെ സന്തോഷം നോക്കിയാ പോരെ. കേരളത്തിൽ ഇപ്പോ ഒരു പെണ്ണ് കേസ് ഇല്ലാത്ത ഒരു ഇലക്ഷൻ നടക്കുക എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു കേസാണ്. അതൊക്കെ ഗോപാലകൃഷ്ണൻ ഒരു നമ്പറല്ലേ? ഇത് എന്റെ ഒരു നമ്പറാ. കളിക്കുന്നത് അതിൽ വേണ്ട തെണ്ടി. പിന്നെ ശബ്ദരേഖയും കൊണ്ടെടുക്കുന്ന ആ പെൺകുട്ടിയോട് എനിക്ക് ഭയങ്കര ക്യൂരിയോസിറ്റി ഉണ്ട്. നിങ്ങൾ പ്രസവിച്ചോ ഇല്ലേന്ന് അറിയാൻ വേണ്ടിയിട്ട്. പ്രസവിച്ചിട്ടുണ്ടെങ്കിലും മിക്കവാറും കുട്ടി കാണാനും രാഹുൽ മാങ്കൂട്ടത്തിനെ പോലെ ആയിരിക്കുമല്ലോ അല്ലേ? ഈശ്വര, ഇതൊക്കെ എന്റെ തലയിലാവൂലോ. അതെങ്ങനെ നിന്റെ തലയിലാവണം? പിന്നെ നീ കയറിയേക്കോ? ഞാനാക്കണ. ഞാൻ അതിന്റെ ഒരു കുറവ് മാത്രമേ ഉള്ളൂ. അങ്ങനെ ഒന്നും ഞാനും ആലോചിക്കാതിരുന്നില്ല. അപ്പൊ എല്ലാം പറഞ്ഞ പോലെ